സേനാപതി വേണു, ഈ കാര്യത്തിൽ നിങ്ങൾ ഉൾപ്പെടെ ഈ അമ്മയെയും അമ്മയോടൊപ്പമുള്ള ആ ആളെയും ഒക്കെ കൂട്ടി നിർത്തി തന്നെയാണ് ഈ പോലീസിൽ നിന്ന് കേസ് എങ്ങനെയെങ്കിലും മാറ്റി, ഈ സർക്കാർ അന്വേഷണത്തിൽ ശരിയല്ല, ഈ പെൺകുട്ടികളുടെ പീഡനത്തിൻ്റെ കാര്യത്തിലുള്ള അന്വേഷണം കൃത്യമായി പോകുന്നില്ല എന്നൊക്കെ പൊതുജന മധ്യത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് CBI കൊണ്ടുവന്ന് നിർത്തിയത്. ഇപ്പോൾ CBI പറയുന്നത് ഈ അമ്മയും ഇവരൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളിൽ മുഖ്യ പ്രതികളായി വരേണ്ടത് എന്ന് തന്നെയാണല്ലോ. അങ്ങനെയാണ് കുറ്റപത്രവും വന്നിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ മാപ്പ് പറയണം, അതല്ലെങ്കിൽ അടുത്ത പടിയിലേക്ക് കടന്നുകൊണ്ട് ഇവരെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ, ഈ അമ്മയ്ക്കും മറ്റുള്ളവർക്കൂടെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിൽക്കണം. അതല്ലെങ്കിൽ അവരെ തെറ്റായി CBI ഈ കാര്യത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇനി തിരിച്ച് കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ശ്രമത്തിന് നിങ്ങൾക്ക് പോകണം. സമയമുണ്ടോ ഇനി അതിനൊക്കെ? അല്ല ലാലെ, അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കൾ, ഇപ്പൊ പിതാവ് എന്ന പദം അല്ലെങ്കിൽ മാതാവിനോടൊപ്പമുള്ളയാള്, ഇവരെ പ്രതിയാക്കിയിരിക്കുന്നത് 2012 നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം, പോക്സോ കേസ്. അതിൽ പീഡന വിവരം, ഒരു മൈനറെ സംബന്ധിച്ച് അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചു എന്നുള്ളൊരു കുറ്റമാണ് ഈ മാതാവിൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ ആരോപിച്ച പിതാവിൻ്റെ ശശി പറഞ്ഞ ആളുടെയും പേരിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, അത് അക്ഷന്തവ്യമായ അപരാധമാണ്, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ അമ്മ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് വരെ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിവില്ല. രണ്ട്, നിരക്ഷരയായ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു ഗ്രാമീണ സ്ത്രീ. അമ്മ പറഞ്ഞിരിക്കുന്ന അവിടെ നിർത്തൂ. ഇപ്പൊ കോടതി ഈ കാര്യങ്ങളൊക്കെ പോക്സോ കേസ് അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നിങ്ങളൊക്കെ ഇത്രയും കാലം പറഞ്ഞ് പൊതുസമൂഹത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതിനപ്പുറമാണ് കാര്യങ്ങൾ എന്ന് തന്നെയല്ലേ തെളിയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ പിന്നാലെ തന്നെ ഇനി പോയി ഈ കാര്യത്തിൽ ആരെ രക്ഷിക്കാനാണ് ഇനി നിങ്ങളുടെ ശ്രമം? അല്ല, നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം ചർച്ച ചെയ്യണമല്ലോ. അതല്ലാതെ പിതാവ് ബലാത്കാരം ചെയ്തെന്നോ അല്ലെങ്കിൽ മാതാവ് ബലാത്കാരത്തിന് കൂട്ടുനിന്നു എന്നുള്ള രീതിയിലല്ലല്ലോ അവരെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. അവരറിഞ്ഞ വിവരം യഥാസമയം പോലീസിനെ അറിയിച്ചില്ല. കോടതിയിൽ പറയുന്ന ഭാഷയിൽ ശ്രീ സേനാപതി വേണു, നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. താങ്കൾ കോടതിയിൽ ഒരു വക്കീലായി പോകുന്നത് പോലെയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത്. നമുക്കറിയേണ്ടത് എന്താണ്, ഈ കാര്യത്തിൽ രാജ്യത്തുള്ള നിയമം അനുസരിച്ച് അവർ തെറ്റുകാരിയാണ്. ഒന്ന്. രണ്ടാമത്തത്, 2 പെൺകുട്ടികളെ ഈ രീതിയിൽ പിച്ചി ചീന്തി മരണത്തിന് വിട്ടുകൊടുക്കാൻ കൂട്ടുനിന്ന ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് കൂടി അതിനകത്ത് കാണണം. നമ്മൾ അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അത്തരത്തിൽ വിശേഷിപ്പിക്കേണ്ട ഒരു നിയമ വഴിയിലാണ് ഇപ്പോൾ ഈ കാര്യം നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ 2 പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ച ആളുകൾ ആരൊക്കെയാണ് എന്നുകൂടി അന്വേഷിച്ച് പോകേണ്ടതുണ്ട്. അതിൽ പ്രതിയാക്കപ്പെടേണ്ട ആളുകളെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ആർജവത്തോടുകൂടി നിൽക്കാത്ത, തെളിവുകൾ നശിപ്പിക്കപ്പെട്ട ഒരവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ച ആളുകൾ ആരൊക്കെയാണ്? ഇതൊക്കെ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് സാർ. അല്ല, അതാണല്ലോ പുറത്തു വരേണ്ടത്. 2017 ജനുവരി 17 ആദ്യത്തെ പെൺകുട്ടിയുടെ മരണം നടക്കുന്നത്. 13 വയസ്സുള്ള പെൺകുട്ടി വീടെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അവരുടെ കുടിലിന്റെ ഉത്തരത്തിൽ തൂങ്ങി മരിക്കുന്നു. അതേ ഉത്തരത്തിൽ തന്നെ 54-ാമത്തെ ദിവസം അവരുടെ 9 വയസ്സ് പ്രായമുള്ള ഇളയ കുട്ടി അവരും തൂങ്ങി മരിക്കുന്നു. ഇപ്പൊ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്താണ്? അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യം, ഈ രണ്ടാമത്തെ കുട്ടി, അവർക്ക് ഒരു കാരണവശാലും ഇത്രയും ഉയരം, 8.5 അടി ഉയരത്തിലുള്ള ഒരു ഉത്തരത്തിൽ കയറി അവർക്ക് തൂങ്ങി മരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവർ ശാരീരികമായി, അതല്ല എങ്കിൽ അൺനാച്ചുറൽ സെക്സിന്, പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പോലും അവർ വിധേയരായിരിക്കുന്നു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികൾ, ഹൂ ഹാസ് ഡൺ ദ ഒഫൻസ്, ആരാണോ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്, ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ആള് പുറത്തു വരണമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം, കേരളത്തിന്റെ പൊതുസമൂഹം അക്കാര്യത്തിൽ ഏറ്റവും ആദ്യം ഈ കേരളത്തിലെ പോലീസും കേരളത്തിലെ സർക്കാരും തന്നെയാണ് നിർബന്ധം പിടിച്ചത്. ആ കാര്യങ്ങൾക്ക് അപ്പുറം ഒന്നും CBI ഇവിടെ കണ്ടെത്തിയിട്ടുമില്ല. ഇപ്പോ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അതല്ല ചോദിച്ചു വന്നത്. ഈ ആദ്യത്തെ കുട്ടി മരിച്ച 52 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ രണ്ടാമത്തെ കുട്ടി മരിക്കുന്നത്. ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ ഈ വീട്ടിനകത്തുള്ളവർ അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത്? ആ കാര്യങ്ങൾ കൂടി താങ്കൾ പറഞ്ഞു പോകൂ. അല്ല, വീട്ടിനകത്തുള്ളവർ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനേക്കാൾ ഉപരി
ഇത് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർക്കൊരു സാമാന്യ ബുദ്ധിയില്ലേ? ഈ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, 4.5 അടിയോ അല്ലെങ്കിൽ 4.25 അടിയോ ഉയരം മാത്രമുള്ള ഒരു പെൺകുട്ടി എങ്ങനെ ഈ 8.5 അടി ഉയരമുള്ള ഈ ഉത്തരത്തിനകത്ത് തൂങ്ങി അല്ല, അതാണ് നേരത്തെ TM ശശി ചൂണ്ടിക്കാട്ടിയ വേറൊരു കാര്യം ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇതൊക്കെ 5 കൊല്ലം മുമ്പ് ഇവിടെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണല്ലോ. അതാണ് കേരളത്തിലെ പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായി നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച് ഈ അമ്മയുടെ കൂടെയുള്ള ആളുടെയും പുറകെ അന്നേ പോയിരുന്നുവെങ്കിൽ, അവരെ അറസ്റ്റ് ചെയ്ത് ഇന്ന് ഈ CBI ചെയ്തതുപോലെ കുറ്റപത്രം അന്ന് കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ കാണുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ല, ഒരു വ്യത്യാസവുമില്ല. അന്ന് സംസ്ഥാന പോലീസ് അന്ന് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാലും സംസ്ഥാനത്തെ ആളുകൾക്ക് അത് വിശ്വസിക്കണമല്ലോ. അവരാണ് ആ കുറ്റകൃത്യത്തിൽ അവർക്ക് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പങ്കുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരേണ്ടത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കർത്തവ്യമല്ലേ? അവർ ഈ കേസ് ആത്മഹത്യയായിട്ട് എഴുതി അത് രണ്ടാമത്തെ കാര്യമാണല്ലോ സാർ, അത് രണ്ടാമത്തെ കാര്യമാണല്ലോ. ഇത് തുടക്കത്തോട്ട് വീട്ടിനകത്ത് നിന്ന് കാര്യങ്ങൾ വന്നാലല്ലേ ഈ പോലീസിന് ഇത് അന്വേഷിക്കാൻ പറ്റൂ. CBI ഇപ്പോൾ നേരിടുന്ന പ്രശ്നം അത് തന്നെയല്ലേ? ഈ കാര്യത്തിൽ സഹകരണമില്ലല്ലോ. കോടതിയും കണ്ടെത്തിയിരിക്കുന്ന അതല്ലേ? തെളിവുകൾ കൃത്യമായി കൊടുക്കുന്ന കാര്യത്തിൽ എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതിയിൽ നിന്ന് വന്ന ജഡ്ജ്മെൻറ്റിലെ അന്നത്തെ ഒരു വാചകം താങ്കളത് കണ്ടു കാണും, എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകും. ഞാനത് വായിക്കുകയാണ്. ദ മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പുവർ ഗേൾസ് ലിവിങ് ഇൻ ആൻ അൺസേഫ് family environment. We are unable to visualize the predicament in which the unfortunate children could have been placed, whom to be trusted. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കാം? ഇത്തരം ഒരു കുടുംബാന്തരീക്ഷത്തിൽ, ഇത്തരം അൺസേഫായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വന്ന പാവപ്പെട്ട പെൺകുട്ടികളെ കുറിച്ച് ഓർത്ത് കോടതി പറഞ്ഞ കാര്യമാണ്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ലാലെ ഞാൻ പറഞ്ഞത്, അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, കേരള പോലീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്ന് അങ്ങനെ ഒരു നിലപാടെടുക്കാനോ അങ്ങനെ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താനോ ശ്രമിച്ചില്ലല്ലോ. അവരത് ആത്മഹത്യയായിട്ടല്ലേ ചിത്രീകരിക്കാൻ പോയത്. ആത്മഹത്യയായിട്ട് അവർ ചിത്രീകരിക്കാൻ പോയത് കൊണ്ടാണ് അന്ന് യഥാർത്ഥത്തിൽ ഈ കേസ് അന്ന് തെളിയാതെ പോയത്. ഇനി ഒരു കാര്യം കൂടി സാർ, അതുകൊണ്ടാണോ തെളിയാതെ പോയത്? ദയവായി ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടതാണോ രണ്ടാമത്തെ കാര്യം. പക്ഷെ അതിന് കാരണമായ കാര്യങ്ങളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. അതൊക്കെ പോസ്റ്റ്മോർട്ടത്തിലുണ്ട്. താങ്കൾ നേരത്തെ അത് സൂചിപ്പിച്ചു. ആ പെൺകുട്ടികൾ, അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ പോലീസിന് മുമ്പിലുണ്ട്. പക്ഷെ അതിന് ആരാണ് അവരെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത് എന്ന് പറയണമെങ്കിൽ അത് പറയേണ്ടത് ആരായിരുന്നു സാർ ആദ്യം? അല്ല, ആര് പറയുവോ പറയാതിരിക്കുവോ എന്നുള്ളതല്ലോ. ചിലപ്പോൾ അത് മറച്ചു വെക്കും, അല്ലെങ്കിൽ അത് അറിഞ്ഞ ആളുകൾ മറച്ചു വെക്കും. മറച്ചു വെച്ചാലും അത് കണ്ടെത്തുക എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കർത്തവ്യമല്ലേ? ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് ആ കർത്തവ്യത്തിൽ അതുപോലത്തെ ഒരു പോലീസും കള്ളനും കളിയായിരുന്നോ നിങ്ങൾ 2017 മുതൽ? അതുകൊണ്ടാണോ നിങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി എടുത്ത് അവരെയും പിടിച്ച് മുമ്പിൽ നിർത്തി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലും ഈ ധർമ്മടം മണ്ഡലത്തിലും ഒക്കെ പോയി പ്രചരണമൊക്കെ നടത്തി കേരളം മുഴുവൻ പറഞ്ഞു നടന്നത്? പോലീസിന് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിയുണ്ടോ? അവർ ആ കളിയിൽ വിജയിക്കുന്നുണ്ടോ? ഇത് പിണറായിയുടെ പോലീസിന് ഈ കളിയിൽ ജയിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയായിരുന്നോ താങ്കൾ ചെയ്തത്? അല്ല ലാലെ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2016 മെയ് മാസം 16 തീയതിയാണ്. 2016 ഏപ്രിൽ മാസം 28 പെരുമ്പാവൂരിൽ ഒരു കൊലപാതകം നടക്കുന്നു. ഒരു നിയമ വിദ്യാർത്ഥിനി മരിക്കുന്നു. ആ നിയമവിദ്യാർത്ഥിനി മരിച്ച കേസ് തെരഞ്ഞെടുപ്പിൽ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലത്തിലും അവരുടെ പേര് പുറത്തു വന്നതാണ്. ആ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയാണ് ജിഷ എന്ന നിയമവിദ്യാർത്ഥിനി. ആ നിയമവിദ്യാർത്ഥിനിയുടെ പേരും പടവും വെച്ച് ഈ കേരളം മുഴുവൻ പ്രചരണം നടത്തിക്കൊണ്ട് അതിനുശേഷം 5-ാം തീയതി പെരുമ്പാവൂർ മുനിസിപ്പൽ മൈതാനിയിൽ ശ്രീ പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. എന്താണെന്നറിയോ? കേരളത്തിലെ ഒരു വീട്ടമ്മയും ഇനി അരിവാളും അല്ലെങ്കിൽ കത്തിയും വാക്കത്തിയും തലയണക്കടിയിൽ വെച്ചുകൊണ്ട് തന്റെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കേണ്ട, മുഴുവൻ ആളുകളെയും സംരക്ഷിക്കും. ആ പിണറായി ഭരിക്കുന്നിടത്ത ഇന്ന് നിങ്ങൾ പറഞ്ഞ പത്തനംതിട്ട അന്ന് പിണറായി പറഞ്ഞതൊക്കെ സ്ത്രീകളുടെ കാര്യത്തിൽ, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ശരിയാണെന്ന് നമുക്കിപ്പോൾ മുമ്പിൽ തെളിവായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രമുഖ നടൻ ജയിലിനകത്ത് കിടന്നത്. അതാണ് ഇന്ന് വലിയ വ്യവസായി, സ്വർണ്ണ മുതലാളി പോലും ഇന്നിപ്പോ ജയിലിനകത്ത് കിടക്കുന്ന അവസ്ഥയുണ്ടായത്. അതവിടെ നിൽക്കട്ടെ. താങ്കളിപ്പോ ജിഷ കൊലക്കേസിൽ അന്ന് സംഭവിച്ച കാര്യങ്ങളിൽ രാഷ്ട്രീയമായി
അത് ഇടതുപക്ഷത്തിന് ഗുണമുണ്ടായത് കൊണ്ട് ഇത് കൊള്ളാം, നല്ല പരിപാടിയാണ്, അങ്ങനെയാണെങ്കിൽ വാളയാർ എടുത്താൽ 2021 നമുക്കും ഗുണമുണ്ടാകും എന്ന് കരുതി മുന്നോട്ട് കൊണ്ടുപോയതാണ് നിങ്ങൾക്ക് പാളിച്ച പറ്റിയത്. അതുകൊണ്ടാണ് 2021 ജനം അതിനുള്ള മറുപടി തന്നത്. സാർ, ഞാൻ വരാം. ജനം മറുപടി നൽകട്ടെ, നൽകാതിരിക്കട്ടെ. ഇപ്പൊ വർത്തമാനകാലത്തെ 5 കൊല്ലമായി ഈ സ്ത്രീ സുരക്ഷ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന നാട്ടിൽ ഒരു പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി 13 വയസ്സ് മുതൽ കഴിഞ്ഞ 5 കൊല്ലമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് ഇപ്പൊ അതിനെക്കുറിച്ച് ഈ വാർത്ത ഇപ്പോഴല്ലേ പുറത്തു വരുന്നത്? എന്റെ ഈ CWC ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് മുമ്പ് അന്വേഷണം എന്തുകൊണ്ടാണ് ഇപ്പൊ എങ്ങനെയാ പുറത്തു വന്നത്? ഇത് 18 വയസ്സ് തികഞ്ഞ ആ സമയത്ത് 5 കൊല്ലം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അറിഞ്ഞ് പുറത്തേക്ക് വന്ന ഉടനെ CWCയുടെ നടപടി ഉണ്ടായി, പോലീസിന്റെ നടപടി ഉണ്ടായി. ഇതാ ഇപ്പോൾ അറസ്റ്റുകൾ എത്ര നടന്നു, കാര്യങ്ങൾ എത്ര വേഗത്തിൽ നടക്കുന്നു. മുമ്പ് പല കേസുകളുണ്ടല്ലോ, പല സ്ഥലങ്ങളുടെയും പേരുകൾ നമ്മൾ പറയണോ? എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന് ഞാൻ വരാം.